ജോയിലേക്ക് വരാം. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എം പി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ് എം പി, പുല്ലുപാറയിലാണ് അപകടം നടന്നിട്ടുള്ളത്. 3 മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. താങ്കൾക്ക് ഈ അപകടത്തിന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? ഇപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് 3 പേർ മരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ അവരെ ആശുപത്രിയിലേക്ക് കൂടി മാറ്റിയിരിക്കുന്നു. നേരെ കൊക്കയിലേക്ക് തലകീഴായി മറിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വന്നു നിൽക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആശ്വാസ വാർത്തയാണ്. അതുമായി ബന്ധപ്പെട്ട് ബാക്കി ഭാഗം നോക്കുമ്പോൾ വന്നിട്ടുള്ളത് 3 പേർ മരണപ്പെട്ടത് വളരെ ദൗർഭാഗ്യകരമാണ്. ഡീൻ കുര്യാക്കോസ്, ഇതിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്നൊക്കെ അറിയുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇത് സംബന്ധിച്ച് പൊതുവായി നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടു. അപ്പോ അതിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ ഒരു അത്യാഹിതം സംഭവിക്കുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ അവിടെ ഇപ്പോൾ ഈ അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് സംബന്ധിച്ചുള്ള ഒരു കോർഡിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബാക്കി അവിടെ സാധ്യമായ ഉദ്യോഗസ്ഥ വൃന്ദമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആയി വരുന്നു എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് പൊതുവിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇത്. കുറച്ചുകൂടി സമയമെടുക്കും, വളരെ പെട്ടെന്നായതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു ഏതായാലും ഏറ്റവും പ്രാഥമികമായി ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ശരി, നന്ദി ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചതിന്. സിജോ വർഗീസിലേക്ക് ഒരിക്കൽ കൂടി. സിജോ, ഈ അപകടത്തിന്റെ കാരണം പരിശോധിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് നഷ്ടമായത് തന്നെയാണ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയാൻ കാരണമായത് എന്ന് തന്നെയാണോ അറിയുന്നത്? അങ്ങനെ തന്നെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ അത് മോട്ടോർ വാഹന വകുപ്പും പോലീസും നടത്തിയ ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഈ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. തന്നെ മാത്രവുമല്ല, തഞ്ചാവൂർ വരെയുള്ള ഒരു പ്രദേശത്ത് മധുര തഞ്ചാവൂർ ഭാഗങ്ങളിലേക്ക് വിനോദയാത്ര പോയി മടങ്ങി വരുന്ന ഒരു വാഹനമാണ്. അതിൻ്റെതായ രീതിയിലുള്ള എന്തെങ്കിലും ആലസ്യം ഈ ജീവനക്കാർക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്നുള്ളത് ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒപ്പം തന്നെ ബസിന്റെ ഒരു സാങ്കേതിക തകരാറ് എന്തെങ്കിലും ബസ്സിനുണ്ടായിരുന്നോ എന്നുള്ളതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് രാവിലെ പുലർച്ചെയാണ്, മഞ്ഞുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥ അത് ഏതെങ്കിലും രീതിയിൽ അപകടത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പുലർച്ചെയാണ് ഇത്തരത്തിൽ തഞ്ചാവൂർ തിരിച്ചു വരുന്നതിനിടെ ഈ അപകടം ഉണ്ടാവുന്നത്. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ബസ് താഴേക്ക് പതിക്കുകയായിരുന്നു. 30 അടി താഴ്ചയിലേക്ക് ബസ് തങ്ങി നിന്നുകൊണ്ട് വലിയ രീതിയിൽ ഒരു അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഇതിന് തൊട്ട് സമീപത്തുള്ള പ്രദേശം കുറച്ച് ഭാഗം അത് മരങ്ങളൊന്നും കാര്യമായിട്ട് ഇല്ലാത്ത ഒരു പ്രദേശമാണ്. ആ ഭാഗത്തേക്കായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ താഴ്ചയിലേക്ക് ബസ് പതിക്കുകയും ചെയ്യുന്നു, ദുരന്തത്തിന്റെ ആഘാതം കൂട്ടുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ആളുകൾ തന്നെയാണ്. അവർ തന്നെയാണ് പുറത്തേക്കെത്തി മറ്റുള്ളവരെ വിവരമറിയിക്കുകയും ചെയ്തത്. പിന്നീട് പിന്നാലെ വന്ന മറ്റു വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ ഈ നാട്ടുകാരൊക്കെ ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടത്തിയത്. അതിനുശേഷമാണ് ഇവിടെ പോലീസും ഫയർഫോഴ്സും എല്ലാം സ്ഥലത്തെത്തുകയും ചെയ്തത്. എന്തായാലും ആ ആദ്യ സൂചന പ്രകാരം നമുക്ക് കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് ഈ ബസ് തലകീഴായി മറിഞ്ഞപ്പോൾ ബസ്സിൽ നിന്ന് അകപ്പെട്ടു പോയവരും അതുപോലെ തന്നെ അവിടെ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീണവരെല്ലാം തന്നെ പിന്നീടാണ് ഈ പരഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ആളുകൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അവരുടെ പരിക്ക് എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളത് ആദ്യഘട്ടത്തിലെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കൊന്നും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുകയും ചെയ്തത്. ആശുപത്രിയിൽ ഇപ്പോൾ മുണ്ടക്കയത്തെ ആശുപത്രിയിലാണ് കൂടുതൽ ആളുകളും നിലവിൽ ഉള്ളത്. 34 പേർ ഈ വാഹനത്തിലുണ്ടായിരുന്നു, ജീവനക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 3 പേർ മരണപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. 2 പുരുഷന്മാരും ഒരു സ്ത്രീയും മരിച്ചത് മാവേലിക്കര സ്വദേശികളാണ്. മാവേലിക്കരയിൽ നിന്നാണ് ഈ KSRTCയുടെ ബസ്സിൽ ഇത്തരത്തിൽ ഒരു വിനോദയാത്ര സംഘടിപ്പിച്ച് അത് പോയത് കഴിഞ്ഞ ദിവസം പോയി അവർ തിരിച്ച് അവിടെ നിന്ന് മടങ്ങി വരുന്നതിനിടെ പുലർച്ചെയാണ് ഈ പുല്ലുപാറയ്ക്ക് സമീപത്ത് വെച്ചിട്ട് ഈ അപകടം ഉണ്ടാകുന്നത്.